നമ്മളൊരു കല്യാണത്തിന് ഒരു വെന്യൂ ബുക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ക്ലയൻറ്റ് ചിന്തിക്കുന്നത് ഒരു ഹോൾ ബുക്ക് ചെയ്താൽ അതിനകത്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ചില ക്ലയൻറ്റ്സിനെങ്കിലും ഉണ്ടാകാം. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു വേർഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇവൻറ്റ്സുകൾക്കൊക്കെ നമ്മൾ അഡീഷണൽ ജനറേറ്ററുകൾ പറയാറുണ്ട്. അത് നമ്മൾ ക്ലയൻറ്റിനോടും അത് വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഫംഗ്ഷൻ നടക്കുന്ന വെന്യൂവിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ടുന്ന കുറേ അധികം സാധനങ്ങളുണ്ടാകും. സൗണ്ട് ആയാലും ലൈറ്റ്സ് ആയാലും ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള അതൊരിക്കലും വെന്യൂവിൽ നിന്ന് അതിൻ്റെ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ഭയങ്കരമായ വലിയ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടുന്ന ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി പ്ലസ് അതിന് വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ജനറേറ്റർ കൂടെ കരുതാറുണ്ട്. കാരണം ഇൻ കേസ് ഏതെങ്കിലും ഒരു ജനറേറ്റർ പണി മുടക്കിയാൽ ആ പ്രോഗ്രാമിനെ ബാധിക്കാത്ത രീതിയിൽ അന്നേരം തന്നെ അത് ബാക്കപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ജനറേറ്റർ കരുതാറുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ആ രീതിയിൽ ഞങ്ങൾക്ക് ബാക്കപ്പ് ജനറേറ്റർ യൂസ് ചെയ്യേണ്ടുന്ന സാഹചര്യം 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ആ ഫംഗ്ഷൻ മൊത്തം കുളമായിപ്പോയത്. ഹോളിന് ജനറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോളിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത് അവരുടെ AC, ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർ കരുതിയിരിക്കുന്നത്. ഒരിക്കലും നമ്മളുടെ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള ഇലക്ട്രിസിറ്റി അവർ പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലായി കരുതുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ അഡീഷണൽ ജനറേറ്റർ എന്തായാലും കരുതിയേ പറ്റത്തുള്ളൂ.